നൗഷാദ് ബാഖവി അവറുകൾ സ്വാഗത പ്രഭാഷണവും പിന്നീട് നടന്ന പ്രഭാഷണവും വളരെ ശ്രദ്ധേയമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലമായ ഒരു പ്രഭാഷണം നിങ്ങൾ പ്രതീക്ഷിക്കും. ഇത് ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവിയുടെ സദസ്സ് ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. സദസ്സ് വന്ന് കണ്ടപ്പോ എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാം എന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് അനുവദിക്കൂല. മാനസികമായി ഇത് ഒരു ആവേശത്തിന്റെ സദസ്സ്, ഒരു ഉത്സവ പ്രതീതി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. ഇതൊരു യുവത്വത്തിന്റെ ഒത്തുകൂടലാണ്. ഇതൊരു അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഒത്തുകൂടലാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഈ ഒത്തുകൂടൽ, യുവാക്കളുടെ ഒത്തുകൂടൽ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ദീനും ദീനിന്റെ പ്രചരണവും പുറകോട്ട് പോകുമ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില അത്ഭുതങ്ങളാണ്, നമുക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ചില സമ്മാനങ്ങൾ, ഗിഫ്റ്റുകളാണ്. ചില പ്രഭാഷകന്മാർ ഇന്ന് കേരളത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു യുവാവിനെ ഒരു പ്രസംഗപീഠത്തിൽ സദസ്സിലേക്ക് പിടിച്ചു കൊണ്ടുവരിക എന്തൊരു പ്രയാസമുള്ള കാര്യമാണ്. നമ്മളൊരു ചെറുപ്പക്കാരനെ ഒരു വാളിന്റെ സദസ്സിലേക്ക് കൊണ്ടുവരിക. ഞങ്ങളൊക്കെ ദീർഘകാല പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു വാളിന്റെ സദസ്സ് എന്ന് പറഞ്ഞ അലർജിയ, ചെറിയൊരു പ്രയാസ, ചെറിയൊരു വിമുഖത, ഉമ്മിട്ട വേണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും നിന്ന് ഞങ്ങൾ കേട്ടുകൊള്ളാം. ഉസ്താദെ ഞങ്ങൾ എവിടെ കണ്ട് കേൾക്കുന്നവരാ ഞങ്ങള് എന്നൊരു പക്ഷേ സപ്പോർട്ട് ഉണ്ടാവും. ആയിരങ്ങൾ വന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സദസ്സിന് പിടമാകുമ്പോ, ആയിരങ്ങൾ വന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സദസ്സിന് പിടമാകുമ്പോ പതിനായിരങ്ങളെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശബ്ദം അത് അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദമാ. ഈ യുവാക്കളുടെ ഒത്തുകൂടൽ ഇത് ആവേശത്തിന്റെ ഒത്തുകൂടല. ഈ യുവാക്കളുടെ ഒത്തുകൂടൽ ഇത് ആസ്വാദനത്തിന്റെ ഒത്തുകൂടല. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ സിംബലുകളാ, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാ. ഈ ചിഹ്നങ്ങളെന്നും അള്ളാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്ന ചിഹ്നങ്ങളാകണം. കേവലം ആവേശങ്ങളായി മാറാൻ പാടില്ല. കേവലം വെള്ളപ്പാച്ചിലുകളോ മലവെള്ളങ്ങളോ ആയി മാറാൻ പാടില്ല. ഈ ആവേശം അള്ളാഹുവിന്റെ ദീനിനെ പ്രിയപ്പെട്ട യുവാക്കളിൽ നിന്നും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനാണ് വലുത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് അധാർമികതയുണ്ടെങ്കിലും എല്ലാം ഞങ്ങൾ വിട പറയുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു. ഈ പ്രതിജ്ഞയാണ് നൗഷാദ് ബാഖവിയുടെ ഈ പ്രഭാഷണ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളും എല്ലാ സ്നേഹജനങ്ങളും സ്വീകരിക്കേണ്ടത്. നമുക്ക് കരുണയും അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ച നാം കണ്ടു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിലുള്ള ചില പ്രധാന സംഭവവികാസങ്ങൾ, ഈയിടെ ഉണ്ടായിരുന്ന ചില പ്രധാന സംഭവവികാസങ്ങൾ, അവിടെയൊക്കെ നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളാ, ഇസ്ലാമിന്റെ നിയമമാ. ഇസ്ലാമിന്റെ നിയമമാണ് ലോകത്തിനും ജനങ്ങൾക്കും കരണീയമെന്ന് ലോകം ഇന്ന് അംഗീകരിക്കുന്ന ദിശയില ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് നിരാശ വേണ്ട. അള്ളാഹുവിന്റെ ദീൻ അതിവിടെ പ്രകടമായ മതമാ. അള്ളാഹുവിന്റെ ദീൻ എക്കാലവും വളരുന്ന മതമാ. അള്ളാഹുവിന്റെ ദീൻ എക്കാലവും അത് തന്നെയാണ് വലിയ മതം. അള്ളാഹുവിന്റെ ദീൻ അത് തന്നെയാ ജനകീയം. അള്ളാഹുവിന്റെ ദീൻ അത് തന്നെയാ ലോകത്ത് സ്വീകരിക്കപ്പെടുന്ന ദീൻ. യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഡൽഹിയിൽ നടന്ന സംഭവിക്കാത്തതൊക്കെ പരത്തി പറയാനുണ്ട്. അവിടെ ഒരു ഗ്യാങ് റേപ്പ് നടന്നപ്പോ അവിടെ കുട്ടികൾ, കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ അവരുടെ ജീവിതം നശിപ്പിച്ചപ്പോ ഈ രാജ്യത്തുള്ള എല്ലാവരും പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന, പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന. പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് വധശിക്ഷയായിരുന്നു. അള്ളാഹുവിന്റെ ദീൻ ഒരു കാലത്ത് നിയമമാക്കി കൊണ്ടുവന്ന വ്യഭിചാരത്തിന് വധശിക്ഷ എന്ന് പറഞ്ഞപ്പോ മഞ്ഞക്കണ്ണന്മാർ നമ്മുടെ മുഖത്ത് നോക്കി അവർ പല്ലിളിച്ചു പോയി. അവർ പറഞ്ഞു, ഈ ഇസ്ലാം കാടത്തമാ, ഈ ഇസ്ലാം പ്രാകൃതമാ, ഈ ഇസ്ലാം പുറകോട്ട് വലിക്കപ്പെടേണ്ടതാ, ഈ ഇസ്ലാമിന് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞവര് അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിന്റെ നിയമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവരെന്ന് പുകഴ്ത്തുന്ന ഒരു അവസ്ഥയില്ല ഞാനും നിങ്ങളും ഉള്ളത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഈ ആഭാരവൃത്തം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇസ്ലാം, ആ ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിന്റെ വ്യവസ്ഥിതികൾ അത് തന്നെയാ ഈ ഭൂമിയൊക്കെ മുതൽ എന്നും ശാസ്ത്രീയമെന്ന് മനസ്സിലാക്കി ഈ പ്രിയപ്പെട്ട യുവചേതന ഈ ശബ്ദങ്ങളും ഈ മാലികാവേശവും ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ നമുക്കില്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നമ്മ പിടിച്ചു നിർത്തണം, നമ്മുടെ ദീനിൽ പിടിച്ചു നിർത്തണം. നമുക്ക് ആവേശമുണ്ടാവണം അള്ളാഹുവിന്റെ ദീനിൽ. ഈ ഒരാശയം മാത്രം എന്റെ പ്രിയപ്പെട്ട സദസ്സിന് കൈമാറിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. വാഹുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.